ഹായ്. നിങ്ങൾ ആരെങ്കിലും രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ വയറൊക്കെ നല്ല ഫ്ലാറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ വയറങ്ങ് ചാടുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ദിസ് ഇസ് കോൾഡ് ബ്ലോട്ടിംഗ്. അങ്ങനെയാണെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അറിയായിരിക്കും പ്രോട്ടീൻ എടുക്കുമ്പോഴും ഭയങ്കരമായിട്ട് ബ്ലോട്ടിംഗ് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ നിങ്ങളുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലും ജസ്റ്റ് വാച്ച് ദിസ് വീഡിയോ ടിൽ എൻഡ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ഒരു 1 month ആയിട്ട് ഒരു ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. 1 month ആയൊന്നും എനിക്കറിയില്ല. ഐ ടുക്ക് ആയുർവേദിക് ട്രീറ്റ്മെന്റ്. അപ്പോഴാണ് എൻ്റെ ബോഡിയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. ഇൻഫ്ലമേഷൻ കളയാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യും. അങ്ങനെ ഞാൻ ഒരു ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങിയതാണ്. ഐ ഷെയർ വിത്ത് യു ദ റെസിപ്പി ഓഫ് ദിസ് ഡ്രിങ്ക്. നല്ലപോലെ എനിക്ക് വെയിറ്റ് കുറയാനും ഈ ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിത് രാവിലെയും കുടിക്കും രാത്രിയും കുടിക്കും. സ്റ്റാർട്ട് മൈ ഡേ വിത്ത് ദിസ് ഡ്രിങ്ക് ആൻഡ് എൻഡ് മൈ ഡേ വിത്ത് ദിസ് ഡ്രിങ്ക്. ഇത് ഇൻഫ്ലമേഷന് വേണ്ടിയാണ് കുടിച്ചെങ്കിൽ പോലും ഇറ്റ് ഹെൽപ്പ് വിത്ത് ബ്ലോട്ടിംഗ്, പിന്നെ ആക്നെ, അതുപോലെ സ്കിന്നിന് നല്ല ഗ്ലോ ഒക്കെ കിട്ടി. പിന്നെ യു വിൽ ഫീൽ വെരി ലൈറ്റ്, ഭയങ്കര ഫ്രീ ആയ പോലെ തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ജിഞ്ചർ പൗഡർ, പിന്നെ പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഉലുവ പൊടി, സിനമൺ പൗഡർ. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇതിനൊരു കറക്റ്റ് പ്രൊപ്പോർഷൻ ഉണ്ട്. ഇതെല്ലാം കൂടെ വെറുതെ എടുത്തിട്ടിടരുത്. ഈ കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യണം. ആ പ്രൊപ്പോർഷൻ പറഞ്ഞുതരാം. ജിഞ്ചർ പൗഡർ 100 grams എടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു 50 grams എടുക്കുക. ഉലുവപ്പൊടിയും 50 grams എടുക്കുക. പിന്നെ പെപ്പർ പൗഡർ ഒരു 25 grams എടുക്കുക. പിന്നെ ഏറ്റവും അവസാനം സിനമൺ പൗഡർ അതൊരു 10 grams എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഒരു പറ്റുമെങ്കിൽ ഒരു പാത്രത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റൊന്നും ചെയ്യണ്ട, ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആക്കുക. എന്നിട്ട് അതൊരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കുക. ഡെയിലി രാവിലെ 1/2 ടീസ്പൂണും വൈകുന്നേരം അതായത് കിടക്കുന്നതിന് മുന്നേ 1/2 ടീസ്പൂണും വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിക്കുക. നല്ല പത വരും. ആ പത വരുന്നത് പോലെ തിളപ്പിച്ചിട്ട് ഇത് കുടിക്കുക. അതുപോലെ നിങ്ങൾ വെയിറ്റ് ലോസ് നോക്കുന്ന ഒരാളാണെങ്കിലും ഇത് മെറ്റബോളിസം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഇത് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ക്യാപ്ഷനിൽ ഇട്ടേക്കാം. ക്യാപ്ഷൻ നോക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കുടിച്ച് ചിലപ്പോൾ ആദ്യത്തെ ഒരാഴ്ച കുറച്ച് വയറിന് ലൂസ് മോഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദറ്റ്സ് വെരി നോർമൽ. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരും ശ്രദ്ധിക്കണം. കാരണം ഇതിൽ ഉലുവ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഉലുവ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ഇറ്റ്സ് ഓൾ ആയുർവേദിക് ആൻഡ് ഇറ്റ് ഹാസ് റിയലി ഹെൽപ്പ് മീ വിത്ത് മൈ ഇൻഫ്ലമേഷൻ ആൻഡ് സ്കിൻ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചു പോലില്ല. അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ പറഞ്ഞ പോലത്തെ വെയിറ്റ് ലോസ്, ആക്നെ, ഇൻഫ്ലമേഷൻ, ബ്ലോട്ടിംഗ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.